إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. ومن يطع الله ورسوله ويخشى الله ويتقي فأولئك هم الفائزون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുള്ള കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച സമസ്ത അപരാധങ്ങളും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ മഹദൂറുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുറത്ത് മാപ്പാക്കി തരികയും ശിഷ്ടമുള്ള ജീവിതം അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ബന്ധുജനവുമായി നാമുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ പള്ളികളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാം അല്ലാഹു ആഫിയത്ത് ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, പരിശുദ്ധമായ സഫർ മാസം നമ്മളിൽ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഫർ മാസം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലും വലിയ ആനന്ദത്തിലൊക്കെയാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. കാരണം അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉന്റെ പൊന്നമ്പലത്തല ആകാശവാനിൽ ഉദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും അതിനായി കാത്തിരിക്കുകയാണ്. ഈ ലോകത്ത് കടന്നുപോയ 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ അവർ ചില ഗോത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ അവർ ചില പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ചില കാലങ്ങളിലേക്കോ മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. കടന്നുപോയ 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാരും അങ്ങനെ കടന്നുപോയിട്ടുള്ള പ്രവാചകന്മാരായിരുന്നു. അങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു ഈ പറയപ്പെട്ട 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ. എന്നാൽ അവരാരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരല്ല. ലോകത്തുള്ള കടന്നു വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയും കടന്നു വരാനിരിക്കുന്ന മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരല്ല ഇവരാരും. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടത് അവസാനത്തെ കുഞ്ഞിന് ഈ ലോകത്ത് പിറന്നു വീഴാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വ മനുഷ്യരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ് അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിനും അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിശ്ചയമായും ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട അയക്കപ്പെട്ട ദൂതനാണ്. അള്ളാന്റെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, ദൂതനാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ ലോകത്ത് മാനവികത ഉയർത്തിപ്പിടിച്ച ഒരേ ഒരു പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദായിൽ പോലും വെച്ചുകൊണ്ട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തുള്ള ജനതയോട് പ്രഖ്യാപിച്ചത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒരാളാണ്. ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒരാളാണ്. കുല്ലുകും ആദമ, എല്ലാവരും ആദം സന്തതികളാണ്. ഈ ലോകത്തുള്ള സർവ്വജനങ്ങളും ആദം സന്തതികളാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്, ഈ ആദമാകട്ടെ, ഈ ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അത് മണ്ണിൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്. ഇനിയാണ് പ്രവാചകനെ തെരുവിളിച്ച പ്രവാചകനെ കള്ളനെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞവർക്ക് മുന്നില് പ്രവാചകനെ മോശക്കാരാക്കിയ പ്രവാചകൻ 9 കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞു വരുത്തിയവർക്ക് മുന്നിൽ, പ്രവാചകനെ ആക്ഷേപിച്ചവർക്ക് മുന്നിൽ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനമാണ്. ലാ ഫദല ലി അറബിയ്യിൻ അലാ അജമീ, ഒരു അറബിയും അനറബിയേക്കാൾ ശ്രേഷ്ഠനല്ല. പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് ഹജ്ജത്തുൽ വിദായിൽ വെച്ചുകൊണ്ട്, ഒരു അറബിയും അനറബിയേക്കാൾ ശ്രേഷ്ഠനല്ല. വലാ ലി അജമിയ്യിൻ അലാ അറബി, ഒരു അനറബിയും അറബിയേക്കാൾ ശ്രേഷ്ഠനുമല്ല. വലാ അഹ്മറ അലാ അസ്വദ, ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ശ്രേഷ്ഠനല്ല. വലാലി അസ്വദ അലാ അഹ്മറ, ഒരു കറുത്തവനും വെളുത്തവനേക്കാൾ ശ്രേഷ്ഠനുമല്ല. എല്ലാവരെയും തുല്യ രീതിയിൽ കാണണമെന്ന് പ്രഖ്യാപിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ഇത്. ഇങ്ങനെ ഏറ്റവും വലിയ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പടിച്ച അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ കടന്നു വരികയാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇതിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും തുല്യരാണ്. കറുത്തവനും വെളുത്തവനും സമ്പത്തുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും തുല്യരാണ് എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയൽക്കാരന്റെ ജാതി നോക്കിയല്ല അവരോടുള്ള കടമകളെ വീട്ടേണ്ടത് എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മാനവികതയുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അയൽക്കാരന്റെ ജാതി നോക്കിയല്ല അവരോടുള്ള കടമകൾ വീടേണ്ടത്, അവരോടുള്ള സമീപനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മദ്രസകൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ പോലും
അതിൽ നിന്റെ അയൽക്കാരൻ മുസ്ലിം ആണെങ്കിൽ അവരോട് നീ കടമകൾ വീട്ടണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നിന്റെ അയൽക്കാരോടുള്ള കടമകൾ വീട്ടണമെന്ന്. അത് ജാതി, അത് ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവരാകട്ടെ, മതമുള്ളവനും ഇല്ലാത്തവനുമാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ അയൽക്കാരോടുള്ള കടമകൾ വീട്ടണം. അത് ജാതി നോക്കി വിട്ടല്ല എന്ന് നമ്മളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണല്ലോ, അങ്ങനെ ജാതി നോക്കിയത് കൊണ്ടാണല്ലോ വടക്കേ ഇന്ത്യയിൽ MLA-മാരും MP-മാരൊക്കെ അവരൊക്കെ ഇങ്ങനെ അവരുടെ ഫണ്ടിൽ നിന്നും, അവരുടെ ഫണ്ടുകളിൽ നിന്നും, അതുപോലെ പൊതുമുതലിൽ നിന്നും അവർ മറ്റുള്ളവരെ സഹായിച്ചപ്പോ, ഭക്ഷണങ്ങൾ വിതരണം ചെയ്തപ്പോ, അതുപോലെ വസ്ത്രങ്ങൾ വിതരണം ചെയ്തപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ജാതി നോക്കിയതിന്റെ പേരിലാണ്, മതം നോക്കി വേർതിരിച്ചു കൊടുത്തതിന്റെ പേരിലാണ് എത്രയോ പട്ടിണി പാവങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് ഒന്നും കിട്ടാതെ പോയത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നോക്കി, ജാതി നോക്കി വേർതിരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല, പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതല്ല പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പട്ടിണികളായി പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കണമെന്നാണ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. മറ്റുള്ളവന്റെ വേദന നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുക. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, മറ്റുള്ളവന്റെ വേദനയുണ്ടല്ലോ, മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി കാണാത്തവൻ അവൻ എന്നിൽ പെട്ടവനല്ല അല്ല എന്നാണ് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മറ്റുള്ളവന്റെ വേദന സ്വന്തം വേദനയായി നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവനെ. അങ്ങനെ മനസ്സിലാക്കാത്തവൻ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അത് മതം നോക്കിയല്ല പ്രിയപ്പെട്ടവരെ, ജാതി നോക്കിയല്ല. ആരായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവന്റെ സങ്കടം മനസ്സിലാക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്. ആ പ്രവാചകന്റെ പരിശുദ്ധ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഇത്ര കർശനമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നിന്റെ സഹോദരൻ അതായത് മറ്റൊരാളുടെ ആവശ്യം സ്വന്തം ആവശ്യമായി കാണുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല. നമ്മുടെ സഹോദരൻ, ഞങ്ങളുടെ മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യമായി കാണുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയായി തീരുകയില്ല എന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് പ്രിയപ്പെട്ടവരെ ജനസേവനം എന്നുള്ളത്. ജനസേവനം ചെയ്യുക എന്നുള്ളത് മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യമാണ്, പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയുമല്ലോ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ, നമുക്കറിയുമല്ലോ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും എന്റെ പ്രിയപ്പെട്ടവരെ മഴയും വെള്ളപ്പൊക്കവുമായി വല്ലാത്ത ദുരിതത്തിൽ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരം സാഹചര്യങ്ങൾ പരസ്പര സഹകരണത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളോട് പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മാതൃകകളെ എന്റെ പ്രിയപ്പെട്ടവരെ ഉയർത്തിപ്പിടിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അവിടെ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നിരവധി ഇടങ്ങളിൽ, നിരവധി സ്ഥലങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണിടിച്ചിലുണ്ടായി, പ്രളയങ്ങളുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി. കുട്ടികളടക്കം നിരവധി ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ജില്ലകളുടെ പല ഭാഗങ്ങളിൽ
മുഴുവനും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ. വ്യാപാര മേഖലകൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളും ആ ഭാഗങ്ങളുടെയും അവസ്ഥ അതാണ് പ്രിയപ്പെട്ടവരെ. അവർ ഉണ്ടാക്കി വെച്ച ചരക്കുകൾ മുഴുവനും വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ചരക്കുകൾ മുഴുവനും ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഉണരുമ്പോൾ ഒരു പ്രഭാതത്തിൽ അതെല്ലാം വെള്ളത്തിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ അറിയുന്നില്ല നാളെ രാവിലെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവച്ചിരിക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും നാളെ വെള്ളത്തിലൂടെ ഒലിച്ചു പോകേണ്ടതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അവർ അറിഞ്ഞിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ സംഭവിച്ചത് അവർക്കല്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും മനസ്സിലാക്കരുത്. അവർക്കല്ലേ, നമ്മക്കല്ലല്ലോ ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത് പ്രിയപ്പെട്ടവരെ. നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമുക്ക് സംഭവിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമുക്ക് സംഭവിക്കാമെന്നാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എന്ന് നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യം പോലെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരാളുടെ ആവശ്യം സ്വന്തം ആവശ്യമായി കരുതുന്നത് വരെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയായി തീരില്ല എന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. അവരെ സഹായിക്കണം പ്രിയപ്പെട്ടവരെ. മഴക്കെടുതിയും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ജില്ലകളുടെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വല്ലാത്ത ദുരിതങ്ങൾ അനുഭവിക്കുമ്പോ, വല്ലാത്ത വിഷമങ്ങളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ മാനവികതയുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ മാതൃകയെ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ചര്യയെ നാം ഓരോരുത്തരും പിന്തുടരുക. അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. അവരെ സഹായിക്കണം. സാമ്പത്തികമായി നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവരുടെ ദുഃഖത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുക. അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. എത്താൻ കഴിയുമെങ്കിൽ അവിടെ എത്തിക്കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ചെയ്തു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ മാത്രമേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വലൈസ മിന്നാ എന്ന ആ വിഭാഗത്തിൽ നാം പെടാതിരിക്കുകയുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുറത്തു നിന്ന് കാണുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. നമ്മൾക്കൊക്കെ പുറത്തു നിന്ന് കാണുന്നവരൊക്കെ ഇത് നമുക്കല്ലല്ലോ എന്ന് വലിയ സന്തോഷം, അവർക്കല്ലേ അത് സംഭവിച്ചത് എന്ന് അവർക്കെന്ത് നമുക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അവരുടെ വിഷമത്തിൽ ദുഃഖത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവരെ എല്ലാ രീതിയിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അടുത്ത ആഴ്ചയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവനെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മളൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? പ്രവാചകന്റെ ജന്മദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും. നമ്മുടെ പള്ളികൾ അലങ്കരിച്ചുകൊണ്ട് പല പരിപാടികളും നമ്മുടെ വീടുകളിൽ ഒരുപാട് മജ്‌ലിസുകൾ ഒരുക്കിക്കൊണ്ട്, ചീരണികൾ ഒരുക്കിക്കൊണ്ട്, വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട്, മൗലിദ് പാരായണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളും ധന്യമാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള പ്രവാചക ചര്യകളെ നമ്മൾ മുറുകെ പിടിക്കണം പ്രിയപ്പെട്ടവരെ. അവിടുത്തെ സുന്നത്തുകളെ മുറുകെ പിടിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ വെറും ഒരു കാട്ടിക്കൂട്ടലുകളായി പോകാൻ പാടില്ല. അള്ളാഹു അത്തരം സാഹചര്യങ്ങളെ തൊട്ട് അള്ളാഹു നാമുമായി ബന്ധപ്പെട്ടവരെ എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാൻ, അമൽ ചെയ്യാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട്